മലയാള സിനിമാ മേഖലയിൽ ഏത് ഊളത്തരങ്ങളും ലൈസൻസോടുകൂടെ കാണിക്കാൻ അവസരമുള്ള നടൻ, അയാൾക്ക് പേരാണ് ഷൈൻ ടോം ചാക്കോ. എത്ര കണ്ട് പരാതികൾ വന്നു. കേരളത്തിൽ ആദ്യമായി കൊക്കൈൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സിനിമാ നടൻ കൂടെയാണ് ഷൈൻ ടോം. അയാൾക്ക് തുടരെ അവസരങ്ങൾ നൽകുന്ന മലയാള സിനിമാ ലോകം. ഒരല്പം ബോധവും ബുദ്ധിയും വിവരമുള്ള ഏതെങ്കിലും ഒരുത്തൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളെപ്പോലുള്ളവർക്ക് അവസരം കൊടുത്തിട്ടാണോ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? സിനിമാ ലോകത്ത് ലഹരി ഉപയോഗം വ്യാപകമാണെന്ന വാർത്തകൾ വരുമ്പോഴും നിരന്തരം അയാളില്ലാത്ത ഒരു പടം പോലും മലയാളത്തിൽ ഇറങ്ങുന്നില്ല. എന്നിട്ട് അവർക്ക് വേണ്ടി ഇയാൾക്കെതിരെ പരാതി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. എന്ത് പരാതി കിട്ടിയാൽ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? നിങ്ങൾക്ക് അതിന് ത്രാണിയുണ്ടോ? കെൽപ്പുണ്ടോ? ഫിലിം ചേംബറിന്, ഫെഫ്കയ്ക്ക്, അമ്മയ്ക്ക്, ഈ കണ്ട നിരന്തരം സംഘടനകളുടെ പേര് വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ പറയുക എന്നല്ലാതെ ഇതുപോലുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ ഒരു വാക്ക് സിനിമാ മേഖലയ്ക്കകത്തു നിന്ന് ശബ്ദിക്കാൻ ആംബിയറുള്ള എത്ര സിനിമാ താരങ്ങളുണ്ട് ഈ കേരളത്തിൽ? വെറുതെ പക്ക പട്ടി ഷോ. ഒരുത്തം മിണ്ടില്ല, ഒരാളും മിണ്ടില്ല. ഏതെങ്കിലും ഒരു സാധു എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ചൊറിയാൻ എല്ലാവർക്കും വലിയ തണ്ടാണ്. ഇതുപോലുള്ള തെമ്മാടിപ്പടയ്ക്ക് അവസരം നൽകുകയാണ് മലയാള സിനിമ. എത്രയോ പയ്യന്മാർ സിനിമ മോഹിച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അവരെ ഒന്നും കാണാതെ ഇതുപോലുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റുമായിട്ട് സിനിമാ ലോകത്ത് കൊടിയേറി പാർക്കുന്നവർക്ക് അവസരം കൊടുക്കുക. എന്നിട്ട് പരാതി കിട്ടിയ പരിശോധിക്കും പോലും. നിങ്ങൾ വലത്തും പരാതി കിട്ടിയാല് നിങ്ങൾക്ക് അതിനുള്ള ആംബിയർ ഇല്ല. മലയാള സിനിമയിലുള്ള ഒരു സംഘടനയ്ക്കും അതിനുള്ള ഒരു ആംബിയറും ഇല്ല. ഉണ്ടെങ്കിൽ നടപടി എടുക്കുക. ഒരു റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സിനിമാ നടനെ മലയാള സിനിമക്ക് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര കണ്ട് അതപ്പതിച്ചിട്ടുണ്ട്. അയാളെ കാസ്റ്റ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഡയറക്ടർമാരെ, സിനിമ ഡയറക്റ്റ് ചെയ്യുന്നവരെ, നിങ്ങളൊക്കെ എന്ത് അല്പന്മാരാണല്ലോ. ഒരു മലയാള സിനിമയിലെ നടൻ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. കേരള ഫോഴ്സിനെ പേടിച്ച്, കേരള പോലീസിന്റെ ഡാൻസ് ഓഫ് ഫോഴ്സിനെ പേടിച്ച് ഇറങ്ങി ഓടുക. നാണം ഉണ്ടോ? നാണം. എന്നിട്ട് അവൻ മലയാള സിനിമയുടെ അവനില്ലാത്ത ഒരു സിനിമ പോലും ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് വലിയ തൊള്ളയിട്ട് നടക്കുക ഊളകൾ.